ഹലോ, വെൽക്കം ടു ഊട്ടി കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക, പ്രോത്സാഹിപ്പിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കറിയാത്ത എനിക്ക് പറഞ്ഞു തരിക, എനിക്കറിയാത്ത ഞാൻ പറഞ്ഞുതരും. അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും പൈസയാണ് ആഗ്രഹിക്കുന്നത്. പണം എങ്ങനെ ഉണ്ടാക്കണം? ഹിന്ദിയിലൊരു പാട്ടുണ്ട്, ഏഹമേ ജിന്ദഹി കുസ്തുദേ മശ്വര ഏക് തരഫ് മേക്കട ഏക് തരഫ് ഉസ്കഡർ. ഒരുത്തൻ അദ്ദേഹത്തിന്റെ ജീവിതത്തോടാണ് ചോദിക്കുന്നത്, ജീവിതമേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. ഒരു സൈഡിൽ ഞാൻ നിൽക്കുന്നു, എനിക്ക് തെറ്റ് ചെയ്യാൻ വയ്യ, അവന്റെ പേടിയാണ് എനിക്ക്. അതാണ്, ഒരു സൈഡിൽ അവൻ നിൽക്കുന്നു, ഒരു സൈഡിൽ ഞാൻ നിൽക്കുന്നു. ഏകമേ ജിന്ദഹി ഏക് തരഫ് മേ ഖടാ ഹൂ ഏക് തരഫ് ഉസ്കാ ദർ. അവന്റെ പേടി. നമ്മൾ ഒരിക്കലും എന്റെ അള്ളാനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പേടിക്കുന്നത്? തെറ്റ് ചെയ്യുന്ന മാത്രം പേടിച്ചാൽ മതി. നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? തെറ്റ് ചെയ്താൽ നിങ്ങൾ പേടിക്കണം. അവർ വഴക്ക് പറയും, സാക്ഷിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമുക്ക് അടിക്കാൻ പറ്റൂല. അടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ വരും, ന്യൂസുകാർ വരും, സ്വന്തം മക്കളെ ചട്ടുമ്പോൾ. എൻ്റെ ചന്തിയിൽ വരെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ എന്താ ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം പറഞ്ഞതല്ല, മരിച്ചു കിടക്കുന്ന എൻ്റെ തന്തേൻ്റെ അടുത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ നോക്കില്ലല്ലോ. എല്ലും കൂടെ കിട്ടുള്ളൂ, എല്ലും കൂടെ. അന്ന് അവർ ചെയ്ത കാര്യം എനിക്കിന്ന് നല്ല ഉറപ്പ്. അതാണ്ടാ നമ്മൾ കുറച്ചെങ്കിലും നന്നായത്. എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ 15 വയസ്സിൽ ബോംബെയിലേക്ക് പോവാണ്, കള്ളവണ്ടി കയറി പോവാണ്. അന്ന് TTR പറഞ്ഞ് എന്തിനാ നീ പോണെന്ന് വെച്ച്. കണ്ടോ സാറേ, എൻ്റെ വസ്ത്രം കണ്ടോ? മൂട് കീറിയ നിക്കറിട്ടും കൊണ്ടാണ് പോണത്, ഒരു കീറിയ ഉടുപ്പും. നേരെ ട്രെയിനിൽ കയറിയിരുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നേരെ ട്രെയിനിൽ കയറിയിരുന്നു. എറണാകുളത്തെയപ്പോൾ ഞാൻ റിട്ടേൺ വരുന്നെന്ന് വെച്ചു വണ്ടി. എറണാകുളം അങ്ങനെ പോകുന്ന വണ്ടി റിട്ടേൺ ഇങ്ങനെ പോകുള്ളൂ, ബോംബെക്ക് ജയന്തിന എക്സ്പ്രസ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അന്ന് തിരുവനന്തപുരത്ത് നിന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അവിടം വരെ ഞാൻ എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. തിരുവനന്തപുരത്ത് ഒരു ദിവസം കൊണ്ട് നടന്നങ്ങ് പോയി. എങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞില്ല ഞാൻ പോകുന്നെന്ന്. അപ്പോൾ വിശപ്പാണ് ഇതിൻ്റെ മെയിൻ കാരണം. അന്ന് ബോംബെ ചെന്നു, മലയാളികളെ കണ്ടുപിടിച്ചു. അവിടെ ശമ്പളം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിളിച്ചു. ഇന്നയാളുടെ കൂടി ചേർന്നാൽ മതി, കാശുണ്ടാക്കാം. എൻ്റെ അമ്മ പണ്ട് ചെറുപ്പത്തിലെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറട്ടെ, വേറൊരുത്തനെ നോവിക്കരുത്, നമ്മൾ അധ്വാനിച്ച് ജീവിക്കൂ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വീട്ടിലൊന്നും തരണ്ട. അന്ന് അവസ്ഥ അങ്ങനെയായിരുന്നു, വീട്ടിലൊന്നും തരണ്ട, നീ സൂക്ഷിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രൗൺ ഷുഗർ വിൽക്കാൻ്റെ ചാൻസ് കിട്ടി 80-ൽ. ഞാൻ 80-ൽ പോയി. 80 പോയിട്ട് 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 80-ലാണ് പോണത്. പിന്നെ 6-7 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് വിൽക്ക്, ഇത് വിൽക്ക്, നല്ല ലാഭം ഉണ്ടാക്കാം. ഞാൻ മാറിയിരുന്നു. പല ജോലികൾ ചെയ്തു. ഹോട്ടൽ ജോലി, പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ആ ജോലി കൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചു. ഇതുവരെ ഈ ദിവസം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാശുണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഏത് സമയം നമ്മൾ അകത്തായി പോകും. ഇന്ന് എന്നിട്ടുണ്ടെങ്കിൽ അടുത്തവൻ്റെ പൈസ നമ്മളെ കയ്യിൽ എങ്ങനെ വരുത്തുന്നു, അതാണ് നമ്മളെ ചിന്ത. അത് ബ്രൗൺ ഷുഗർ ആവട്ടെ, കഞ്ചാവട്ടെ, കള്ളാവട്ടെ, മയക്കുമരുന്നാവട്ടെ, എന്താവട്ടെ. സ്വന്തം മോളിനെ വരെ കൂട്ടിക്കൊടുക്കുന്ന തന്തമാരുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. കാരണം കാശാണ് ടാർഗറ്റ്, സ്നേഹമല്ല. കാശിന്റെ ബാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കും ആൾക്കാർ. കാശ് എന്നാ കാശ്? നാളെ രാവിലെ എഴുന്നേറ്റാ കാശ് പോയില്ലേ? എഴുന്നേറ്റും അല്ലെങ്കിൽ കാശ് അവിടെ കിടക്കും.
പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഇടുക്കി ജില്ലയിൽ നിന്ന് അടിമാലിയിൽ നിന്ന് ഒരാളെ അറ്റാക്ക് വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നേര്യമംഗലം പാലത്തിനടുത്ത് കഴിഞ്ഞപ്പം പറഞ്ഞ് നിർത്തിക്കേ, അറ്റാക്ക് വന്ന് അതേ ആശുപത്രി ഒന്നും കയറാൻ ബന്ധുവേദനായിട്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചു. താക്കോലെടുക്കാൻ മറന്നുപോയെന്ന്. തലങ്ങാടിയിൽ താക്കോലെടുക്കാൻ മറന്നുപോയത്. അറ്റാക്ക് വന്ന് സുഖമില്ലാതെ പോവുക. ആ സമയം കൊണ്ട് ആശുപത്രിയിൽ എത്തണമായിരുന്നു. ആള് പടിയായിപ്പോൾ, അത് വേറെ കാര്യം. പുള്ളിക്ക് പിന്നെ അറ്റാക്ക് വന്നതെന്ന് തരട്ടെ, താക്കോലെടുക്കാത്തതിൻ്റെ അറ്റാക്കാ. എല്ലാ മനുഷ്യ തമാശ പറഞ്ഞാൽ കേട്ടോ. താക്കോലെടുക്കാത്തതിൻ്റെ വിഷമം കയറിയിട്ട് പിന്നെ പുള്ളിക്ക് അറ്റാക്ക് കയറിയതാ. ഈ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഒരു ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. ശരിക്കുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞങ്ങ് വീണ് ചത്തുപോവുക, മരിച്ചങ്ങ് പോവുകയാണ്. അതാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതൊരു സൂചന പണി മുടക്കാം. ആ സൂചന പണി മുടക്കം വരുമ്പോഴത്തേക്കും അറ്റാക്ക് വരുമ്പോഴത്തേക്കും നമ്മളെന്താ ഏതെങ്കിലും ആശുപത്രിയായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതിനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട് 6000 രൂപേൻ്റെ. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, തീർന്നു. പിന്നെ ആ മരുന്നുകൾ കഴിച്ച് നമ്മൾ അതിൻ്റെ രീതി കൂടെ നടന്നാൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അന്ന് ആ പാലത്തിൻ്റെ അടുത്ത് നിർത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചേനെ. കാരണം പറഞ്ഞല്ല, താക്കോലിൻ്റെ കാര്യം ഓർത്ത് വീട്ടിലെ പണം ഓർത്തിട്ട് പിന്നും പുള്ളിക്ക് അറ്റാക്ക് വന്നു. ടെൻഷൻ കൂടിപ്പോയി. ടെൻഷൻ കൂടിയ വന്നപ്പോൾ ജംഗ്ഷനിൽ നിർത്തി. കൊല്ലു മാഫി മുഷ്കിൽ പോയി. ഇതാണ്. നാളെ മരിക്കുവാണെങ്കിൽ നമുക്ക് കൊട്ടാരം ഉണ്ടാക്കാനേ ചിന്തിക്കുള്ളൂ. കൊട്ടാരം ഇതിനാ കൊട്ടാരം ഉണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളി, 2060 ആവുന്ന മുമ്പ് തന്നെ ഭൂചലനം ഉണ്ടാവാൻ പോവാം ഈ ലോകത്ത്. പല ഏരിയയിൽ, കേരളത്തും എല്ലായിടത്തും ഇന്ത്യയിൽ ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നു. കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട്, വലിയ വീടുകളുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് പോവും, ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന എന്താണ്? ഭൂമി മാത്രമേ ഉണ്ടാവുള്ളൂ, മണ്ണിനടിയിൽ. അത് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ വല്ലതും വന്ന് വീണ് വീണ തീർന്നു, കത്തിയെ തീർന്നു. അടുത്തവനെ ഉപകരിക്കാതെ നിങ്ങൾ കാശുണ്ടാക്കാൻ നോക്കും. നമ്മൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് പിടിച്ചു പറിക്കണം, ബാങ്ക് കൊണ്ടടിക്കണം, അവനെ നോക്കണം. ഇത് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, ആരോഗ്യമുള്ളതുകൊണ്ടല്ലേ നീ പോണത്. ആ ആരോഗ്യം കൊണ്ട് ജോലി ചെയ്തെങ്കിലോ. ഞാനൊരു കാര്യം പറട്ടെ, കല്യാണം കഴിച്ച് 5-6 മക്കളെ ഉണ്ടാക്കി രാത്രിയാകുമ്പോൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണം, എന്നാലേ അതിൻ്റെ സുഖമുള്ളൂ. നമ്മളെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ പറയണം, ദേ എന്നാ കഷ്ടപ്പാട് അവർക്ക്, അവരെ നമുക്ക് സഹായിക്കാം. അതാണ് ഏറ്റവും വലിയ ജീവിതം. അല്ല കഞ്ചാവ് വിറ്റ്, മയക്ക് മരുന്ന് വിറ്റ്, കള്ളു കുടിച്ചിട്ടൊന്നും ജീവിതമല്ല. ആ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നായി നക്കിയ ജീവിതമാണ്. ആ ജീവിതത്തിനൊരു അർത്ഥമില്ല മക്കളെ, ജീവിച്ച് കാര്യമല്ല. നമ്മളെന്തിനാ വെറുതെ കരക്കാരെ പൈസ മോഹിക്കുന്നത്? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 20 വർഷമായിട്ട് ഞാൻ ഇവിടെ വാടകയ്ക്ക് കിടക്കുകയാണ്. നമ്മൾ ആരുടെ പൈസയ്ക്ക് പോകുന്നില്ല. പാർട്ടിക്കാർ ചോദിച്ചോ, അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും, ഇത്രേ ഉള്ളൂ. എന്നത്തിനാ നമ്മളതിൻ്റെ ബാക്കപ്പ് പോണത്? ഇത് പിണറായി വിജയനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് ഒരുത്തി അവിടെ കിടന്ന് ഹിന്ദിയിൽ പറയുന്നുണ്ട് ചായവാല എന്ന്. അദ്ദേഹത്തിൻ്റെ തന്തേനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ കൂത്തിച്ചക്കൊക്കെ? ആ മോദീൻ്റെ തന്തേനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ ചായ കച്ചവടമില്ല ചെയ്ത്. ചായ കച്ചവടം എന്നുള്ള ഡീസൻറ്റ് കച്ചവടമാണ്. രാവിലെ എന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം ഷർഷറാന്ന് പോവും. ബോംബെയിലൊക്കെ എന്ന് വെച്ചാൽ ചായ എന്ന് വെച്ചാൽ ഫസ്റ്റ് ചായ വേണ്ടത്, പിന്നെ ആദ്യം വെള്ളം, അത് കഴിഞ്ഞ് ചായ. ചായടി അത് തെറ്റല്ല കേട്ടോ. ചായ മാസം എന്ന് പറഞ്ഞാൽ നല്ലതാ, ചായ കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ലതാ. പല പെണ്ണുങ്ങൾ ചായവാല എന്നാ ചായവാല? ഒരുത്തൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ട ആവശ്യമില്ല. ഭരിക്കുന്നവരുടെ തന്തയും തള്ളയ്ക്കും വിളിക്കില്ല. ആരാവട്ടെ, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അവരൊന്നും ഇത് അറിയുന്നില്ല കേട്ടോ. മോദിയൊന്നും ഇത് അറിയുന്നില്ല ഇവിടെ പാവപ്പെട്ടവരുണ്ടോയെന്ന്. പിണറായി അറിയുന്നില്ല ഇവിടെ പാവപ്പെട്ടവരുണ്ടോയെന്ന്. കോൺഗ്രസ് അറിയുന്നില്ല. എനിക്കൊരു ചേട്ടൻ പുള്ളി ഉണ്ടായിരുന്നു, അത് അയാൾ മരിച്ചും പോയി, ഉമ്മൻചാണ്ടി.
ആ ചേട്ടൻ മരിച്ചുപോയി. പിന്നെ നമ്മൾ കോൺഗ്രസിനുള്ള വിശ്വാസം തീർന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതാണ്. ഓക്കെ, ഭരിക്കുന്നവരെ കുറ്റം പറയല്ലേ, ഭരിക്കുന്നവരെ ഭരിക്കാൻ വിടുവ്, അവരുടെ മാതാപിതാക്കളെ തെറി പറയല്ലേ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.